PSC കോഴ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. പരാതിക്കാരനെ അന്വേഷണ സംഘം വിളിപ്പിച്ചു. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളുമായി ദീപക് മലേമ ചേരുന്നു. ദീപക് മലേമ, യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ പരാതി കൊടുത്തെങ്കിലും അതിൽ രേഖകളോ അതിൽ തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ചർച്ചയിൽ പോലും ആ യൂത്ത് കോൺഗ്രസ് നേതാവിന് കാര്യങ്ങളൊന്നും തൃപ്തികരമായി വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. കേട്ടറിഞ്ഞ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതി, അതിനപ്പുറം എന്തെങ്കിലും സാധ്യതയുണ്ടോ ആ പരാതിയിലും തുടർന്നുള്ള അന്വേഷണത്തിലും? ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ അന്വേഷണം എന്ന് പറയുന്നത് പ്രാഥമികമായി വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാൽ കല്ലാട്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി 9-ാം തീയതി രംഗത്തേക്ക് വരുന്നത്. പിന്നീട് നമ്മളുടെ അടക്കം ചർച്ചയിൽ വന്ന ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട എന്ത് തെളിവുകളാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് തെളിവുകളുണ്ട്, അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തേണ്ടതില്ല, അന്വേഷണ സംഘത്തിന് നൽകിക്കോളാം എന്നുള്ളതായിരുന്നു മറുപടി. ഇന്നലെയാണ് മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിൽ നിന്ന് വൈശാൽ കല്ലാട്ടിനോട് എത്തണം, സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ വന്നിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് പോകുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ വരുത്തിയിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് വൈശാൽ നൽകിയിട്ടുള്ളത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമൊക്കെയായി സംസാരിച്ചതിന് ശേഷം കൃത്യമായി മൊഴി നൽകുന്ന കാര്യത്തിലേക്ക് അടക്കം പോകാം എന്നുള്ള നിലപാട് വൈശാൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ഈ കേസിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ ആരോപണ വിധേയനായ പ്രമോദ് കൂട്ടുള്ളി പണം വാങ്ങിച്ചെന്ന് പറയപ്പെടുന്ന ഹോമിയോ ഡോക്ടർ, അവരുടെ ഭർത്താവ് പരാതി ഇല്ല എന്നുള്ളത് പോലീസിന് അത് സംബന്ധിച്ചുള്ള വിവരം നൽകി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു ഭാഗത്ത് പരാതിയില്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ CPM കൃത്യമായി ഇത്തരത്തിലൊരു പരാതി പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പരാതി കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. ആ പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നിരത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള കാര്യവും കൂടി അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ വൈശാൽ കല്ലാട്ട് ഈ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലെത്തി ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം നൽകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അന്വേഷണം ഏതു ഘട്ടത്തിലെത്തും എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അതിന് തെളിവുകൾ വേണം. CPMന്റെ ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലുമായി നടന്ന വിഷയമാണ്. അന്വേഷണ കമ്മീഷൻ ജില്ലാ കമ്മിറ്റിയാണ് വെച്ചത്. ആ അന്വേഷണ കമ്മീഷൻ്റെ കയ്യിലൊരു ശബ്ദരേഖയുണ്ട്. പക്ഷേ ഇതൊന്നും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടില്ല. കാരണം പൈസ കൊടുത്തയാൾക്ക് പരാതിയില്ല, പൈസ വാങ്ങിയയാൾക്കും പരാതിയില്ല. പിന്നെ ആർക്കാ പരാതി എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുമല്ലോ, അല്ലേ? അപ്പോൾ